അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, അനാഥനായി ജനിച്ചു വളർന്ന് നാടിൻ്റെ നായകസ്ഥാനം ഏറ്റെടുത്ത അന്ത്യപ്രവാചകൻ മുത്തുറസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുന്ദര ദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ആ പ്രവാചകനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കുവാൻ എനിക്ക് വിധി എഴുതി തന്ന അള്ളാഹുവിനെ ഞാൻ ആദ്യം സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, 1400 വർഷങ്ങൾക്ക് മുമ്പേ കല്ലിനെയും മരങ്ങളെയും ആരാധിച്ച തിന്മയുടെ അന്ധകാരത്തിൽ മൂടപ്പെട്ട മനുഷ്യത്വം എന്താണെന്നറിയാത്ത ഒരു കാട്ടറബ് സമൂഹത്തിലേക്കാണ് കാരുണ്യക്കടലായ അന്ത്യപ്രവാചകൻ മുത്തുറസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നത്. ചെറുപ്രായത്തിൽ തന്നെ അൽ അമീൻ എന്ന ഓമന പേര് ലഭിച്ച നമ്മുടെ നബിക്ക് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ആ ജനതയ്ക്കിടയിൽ സത്യവും നീതിയും ധർമ്മവും പരത്തുവാനും ജനങ്ങളെ നന്മയിലേക്ക് നയിക്കുവാനും സാധിച്ചു. ജനങ്ങളെ നന്മയിലേക്ക് നയിച്ചതിൻ്റെ പേരിൽ സ്വന്തം നാടും വീടും വിട്ടുപോകേണ്ടി വന്നു ആ പ്രവാചകന്. വീണ്ടും കല്ലേറുകളും ക്രൂര പീഡനങ്ങളും നൽകിയിട്ടും ഒട്ടകത്തിൻ്റെ കുടൽമാല കഴുത്തിൽ നിന്ന് ചാർത്തിയിട്ടും അവസാനം തൻ്റെ മുമ്പിൽ മാപ്പ് അപേക്ഷിച്ചവർക്ക് മാപ്പ് കൊടുത്ത ആ പ്രവാചകൻ ലോകം കണ്ട ഏറ്റവും വലിയ കാരുണ്യക്കടലാണ്. ആ മുത്ത് റസൂലിൻ്റെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനും അവിടുത്തെ മാർഗം പിൻപറ്റി ജീവിക്കുവാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കട്ടെ. വആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എംസോൺ പ്രസംഗം മലയാളം തുടരുന്നു. ലെറ്റർ സി ഓൺ ദി സ്റ്റേജ്. Judges, please note, letter C on the stage. എംസോൺ പ്രസംഗം മലയാളം കഴിഞ്ഞാലുടൻ ഈസോൺ പ്രസംഗം മലയാളം ആരംഭിക്കുന്നു. മത്സരികൾ ഗ്രീൻ റൂമിൽ റിപ്പോർട്ട് ചെയ്യുക. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, ഉസ്താദുമാരെ, പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ രണ്ടു വാക്ക് പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനാണെന്ന് തെളിയിക്കുന്നതിനു വേണ്ടി അല്ലാഹു തആല അവൻ്റെ നബിമാർക്ക് നൽകിയ അസാധാരണ കൈവിനെയാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. നബി തങ്ങൾ ധാരാളം മുഅ്ജിസത്തുകൾ കാണിച്ചിട്ടുണ്ട്. ആകാശത്ത് കാണുന്ന ചന്ദ്രനെ 2 പിളർപ്പാക്കി കാണിച്ചു. സഹാബികൾ വന്ന് തങ്ങളോട് വെള്ളമില്ല എന്ന് ആവലാതി പറഞ്ഞപ്പോൾ നബി തങ്ങൾ പാത്രത്തിലേക്ക് കൈവെക്കുകയും അവർക്കെല്ലാവർക്കും കുടിക്കാൻ ആവശ്യമായ വെള്ളം പ്രവഹിക്കുകയും ചെയ്തു. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിനെ ചങ്ങണ്ണ് ബാധിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമിനീർ പുരട്ടിക്കൊടുത്തു. ചങ്ങണ്ണ് സുഖപ്പെട്ടു മാത്രമല്ല കാഴ്ച ശക്തി വർദ്ധിക്കുകയും ചെയ്തു. ഇരുതല മൂർച്ചയുള്ള കത്തിയുമായി വേഷം മാറി വന്ന ജൂതനോട് താൻ ആരാണെന്നും തൻ്റെ കയ്യിലുള്ളത് എന്താണെന്നും അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അത്ഭുതപ്പെട്ട ജൂതൻ ഇസ്ലാം മതം സ്വീകരിച്ചു. തങ്ങൾ ഇനിയും അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. തങ്ങളെ പറ്റി കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നാഥൻ നമുക്കേവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. 53ാമത് മത്സരഫലം അറിവായപ്പോൾ എഡ്സോൺ ഫോർ ഗേൾസ് ഹിഫ്സ് കോമ്പറ്റീഷൻ ഫസ്റ്റ് പ്ലേസ് ഗോസ് ടു ഫാത്തിമ നിധ +1 ടീം മീം. സെക്കൻഡ് പ്ലേസ് ഗോസ് ടു ഫാത്തിമ നജ ടീം നൂൻ. തേർഡ് പ്ലേസ് ഗോസ് ടു ഫാത്തിമ റന ടീം നൂൻ. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. എംസോൺ പ്രസംഗം മലയാളം തുടരുന്നു. ലെറ്റർ ഡി ഓൺ ദി സ്റ്റേജ്. ജഡ്ജസ് പ്ലീസ് നോട്ട്, ലെറ്റർ ഡി ഓൺ ദി സ്റ്റേജ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മളിപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ അവസരത്തിൽ അറിവ് ഉയരങ്ങളിലേക്കുള്ള ചവിട്ടുപടി എന്ന വിഷയത്തെ ആസ്പദമാക്കി ഞാൻ 2 വാക്ക് സംസാരിക്കാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇഖ്റ, വായിക്കുക എന്ന ഖുർആനിക വചനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു തആലയിൽ നിന്ന് ആദ്യമായി ഇറക്കപ്പെട്ടത്. ഖുർആൻ ഓതുന്നതിൽ എത്രമാത്രം പ്രോത്സാഹനം നൽകുന്നുവെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഖുർആൻ വായനയിലൂടെ നമുക്ക് ധാരാളം അറിവ് സമ്പാദിക്കാൻ സാധിക്കുന്നതാണ്. പുതുതലമുറ വായനയോട് പിന്തിരിഞ്ഞു പോകുന്നത് വളരെ വിഷമകരമായ ഒരു സംഭവം തന്നെയാണ്. അറിവില്ലാത്തവനും അറിവുള്ളവനും സമന്മാരാണോ എന്ന ഖുർആനിക വചനം നമുക്ക് വലിയ പാഠം നൽകുന്നു. അറിവില്ലാത്തവൻ്റെ പ്രവർത്തനങ്ങളിൽ പല അബദ്ധങ്ങളും സംഭവിക്കുന്നതാണ്. എന്നാൽ അറിവുള്ളവൻ്റെ പ്രവർത്തനം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ആഴത്തിൽ അറിവുണ്ടാക്കി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും. അതാണ് അറിവുള്ളവൻ. സമൂഹത്തിൽ വലിയ വില കൽപ്പിക്കാത്തവരാണ് അറിവില്ലാത്തവർ. ഉദാഹരണത്തിന്, ഒരു സാധാരണക്കാരനും ഒരു പണ്ഡിതനും ഒരു വഴിയിലൂടെ നടന്നു പോയാൽ സാധാരണക്കാരൻ്റെ കൈ പിടിക്കാനും സഹായിക്കാനും പല ആളുകളും ഉണ്ടാകും. ഇവിടെ പണ്ഡിതൻ്റെ അറിവിനെ ബഹുമാനിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സാങ്കേതിക വിദ്യയിലൂടെയും മികച്ച സൗകര്യങ്ങളിലൂടെയും ഇപ്പോഴത്തെ കാലത്ത് അറിവ് അന്വേഷണം വിശാലമായിട്ടുണ്ട്. എന്നാൽ ധാർമ്മിക വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം വലിയ കുറവാണ്. നാം ധാർമ്മിക വിദ്യാഭ്യാസം കരസ്ഥമാക്കി ഉന്നതങ്ങൾ കീഴടക്കണം. സമൂഹത്തെ മാറ്റിമറിക്കണം. സമൂഹത്തെ നന്നാക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സബീഹ് 4ാം ക്ലാസ്